ഹലോ, എന്നെ അമ്മ, നിങ്ങൾ എവിടെ അമ്മ? ഞാൻ ഇവിടെ നിന്നങ്ങ് ഉരുകുവാ. നാളെയല്ല, ഇന്നാണ് ഇവിടെ ഓഹരി വീതം വെക്കുന്നത്. പറഞ്ഞിട്ട് എന്ത് കാര്യം? അമ്മയുടെ മോനൊന്നും അറിഞ്ഞൂടല്ലോ. അമ്മയ്ക്കറിയില്ല എന്റെ സഹോദരങ്ങളുടെ കാര്യം. എല്ലാം തട്ടിയെടുത്തോണ്ട് ഉമ്മരങ്ങ് പോവും. അമ്മയുടെ മോൻ വാതുറന്നൊന്നും മിണ്ടത്തില്ലല്ലേ. ആകെപ്പാടെ വാതുറക്കണത് ആഹാരം കഴിക്കാനും കോട്ട് വേടാനും. ഇന്ന് ഒന്നാമത് ഓഹരി വെക്കുന്ന ദിവസം. നല്ലൊരു നൈറ്റി പോലും ഒരിക്കില്ല. എന്റെ ചേട്ടത്തിട്ടോണ്ടിരിക്കുന്ന നൈറ്റി കാണാൻ നല്ല അടിപൊളി നൈറ്റി. നൈറ്റി മേടിക്കാൻ വേണ്ടി ഇങ്ങനെ കാര്യം ഞാൻ പൈസ കൊടുത്തുവിട്ട പൈസ കിട്ടാൻ പെറോട്ട ഇറച്ചി നിന്നിട്ട് ഇവിടെ അടുക്കളയിൽ വന്നിരിക്കുന്നു. ഒരു ഉത്തരവാദിത്വം ഇല്ല. അടുക്കളയിൽ തന്നെ 24 മണിക്കൂർ അടുക്കളയിൽ തന്നെ അമ്മ, അടുക്കളയിൽ തന്നെ. ഇങ്ങനെ ഒരു മണ്ണും ഭർത്താവിനെയാണല്ലോ എനിക്ക് കിട്ടിയത്. തുടങ്ങുന്ന മുമ്പേ കൂക്കിടേന്ന് അങ്ങോട്ട്. അയ്യോ, ഞാൻ കൂക്കിട്ടതല്ല, നിന്നെ കുക്കു ഒന്ന് സ്നേഹത്തോട് വിളിച്ചതല്ലേ. റിമറണ്ണ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലേ? ഞായറാഴ്ച. ഇല്ലാത്തൊരു മഷനായി. ഞാൻ നിങ്ങളടുത്ത് ഒന്ന് ചോദിച്ചോട്ടെ ഹൃദയകുമാർ അണ്ണ. ചോദിക്കൂ കുക്കു, നിങ്ങൾ ഈ വീട്ടിൽ ആരാണ്? അറിയില്ല. ആരാണ്? കല്യാണം കഴിഞ്ഞ 8 വർഷമായി. ആരാണെന്ന് അറിയില്ല നിനക്ക്? അതല്ല കുക്കു നിർത്തി, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. അങ്ങനെ പറഞ്ഞല്ല. എന്തോ സംസാരം കുക്കു സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞല്ലെന്ന്. ഞാൻ നിന്റെ അച്ഛന്റെ ഒരേ ഒരു മരുമകനല്ലേ. അതല്ലാതെ എന്റെ ആരാണ്? അതല്ലാതെ കുക്കുവിന് അറിയില്ല. സങ്കടമുണ്ട് കുക്കു, സങ്കടമുണ്ട്. നിനക്കറിയില്ലേ? നിന്റെ ആങ്ങളുടെ ഒരേ ഒരു അളിയൻ. എന്നാലും എന്റെ ഭർത്താവാണെന്നങ്ങ് പറയരുത്. സമ്മതിച്ചോ നീ? നീ ഇപ്പോഴേക്കും ആ വെളിപ്പെടുത്തൽ സമ്മതിച്ചോ? ഇവിടെ പോയി ആ കവരെ ചെന്ന് 10 ആൾക്കാരെയൊക്കെ വിളിച്ചു കൂവ്, ഈ നിൽക്കുന്ന പൊണ്ണത്തടിയിലാണ് നിന്റെ ഭർത്താവെന്ന്. എന്റെ ഹൃദയകുമാർ അണ്ണ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. ഇവിടെ ഓഹരി വീതം വെക്കാൻ പോവേണ്. നിങ്ങൾക്കൊന്നും വേണ്ടേ? ഒന്നും വേണ്ടെന്ന്. ഇടി, ഞാൻ അത്ര മണ്ടനെന്ന് നീ വിചാരിച്ചോ? എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കറക്റ്റാ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ പൊന്നു മോളെ. എന്തോന്ന്? 10 പക്ക അരിവേവണ ഉണ്ടാവും, നമ്മളെ നെല്ലൊക്കെ വെക്കുന്ന പത്തായവും. എന്നിട്ട് അങ്ങോട്ട് പുഴുങ്ങി തിന്ന്. എന്റെ ഹൃദയകുമാർ അണ്ണ, അതല്ല. വിലവെടുപ്പുള്ളൊന്നും വേണ്ടേ? ഈ വീട്ടില് വിലവെടുപ്പുള്ളത് ആരാ? എന്റെ പൊന്നു മോളല്ലേ. ഇത് ഞാൻ അങ്ങ് എടുക്കുവാ. 24 മണിക്കൂർ ഉമ്മ വെച്ചോണ്ട് കിടന്നു. തൊഴിലുള്ളവർ വന്ന് ഓഹരി മൊത്തം എടുത്തോണ്ട് പോകും. ഞാൻ അതല്ല നിങ്ങളടുത്ത് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പം ഈ പെരയിടത്തിന്റെ തെക്ക് വശം വേണോ, വടക്ക് വശം വേണോ, പടിഞ്ഞാറ് വശം വേണോ? എനിക്ക് കിഴക്ക് പടിഞ്ഞാറ് മതി. അതെന്ത്? ഇനി പടിഞ്ഞാറ് വശത്തിന്റെ അടുക്കള ഇരിക്കുന്നത്, തെക്ക് വശത്ത് തേക്ക്. മിക്കവാറും നിങ്ങൾ ഞാൻ തെക്കേട്ടെടുക്കേണ്ടി വരും. നോക്കിക്കോ.